ഇന്ന് നമ്മുടെ തനി നാടൻ മക്രോണിയാണ് ചെയ്യണം. നമ്മുടെ നാട്ടിലത്തെ സ്റ്റൈലിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണം. നമ്മുടെ കേരള സ്റ്റൈൽ മക്രോണിയുടെ മസാലയാണ് ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 600 ഗ്രാം മക്രോണിയുടെ ഇതാണ്. അതായത് എൻ്റെ കയ്യിലുള്ള മക്രോണി നോക്കുമ്പോൾ ഒരു പാക്കറ്റിൽ 400 ഗ്രാമാണുള്ളത്. അപ്പം ഞാൻ 1.5 പാക്കറ്റ് എടുത്തിട്ട് ഒരു 600 ഗ്രാം മക്രോണിയിലാണ് ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നോർമലി നമ്മൾ കാണുന്ന മക്രോണി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യൂബൻ്റെ പോലെ ഇരിക്കുന്ന മക്രോണിയാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ മക്രോണിയാണ് ഉള്ളത്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സെയിം സാധനം തന്നെയാണ്, ഈ ഡിസൈൻ മാത്രമാണ് വ്യത്യാസമുള്ളൂ. അപ്പം നിങ്ങൾക്ക് മറ്റേ മക്രോണിയുടെ ഷേപ്പാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. സെയിം സാധനമാണ്, വേവും എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ഡിസൈൻ ആ ഷേപ്പിന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിൽ നമ്മൾ ഇരട്ടി വെള്ളമല്ല, അതിനേക്കാൾ കൂടുതൽ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ചധികം ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തന്നെ റിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ വെള്ളത്തിലേക്കുണ്ടല്ലോ നമ്മൾ തിളയ്ക്കുന്ന സമയത്ത് ഈ മക്രോണി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് താഴേന്ന്. അപ്പോൾ എൻ്റെ ഈ ഹോട്ട് പ്ലേറ്റ് ആയതുകൊണ്ടാണ് എൻ്റെ പെട്ടെന്ന് അങ്ങനെ തിള കാണാത്തത്. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കിടന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ കൈ കൊണ്ട് നോക്കാം. ഇതെടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്ത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. പ്രസ് ആകുമ്പോൾ ഇങ്ങനെ ഒടിയണുണ്ടെങ്കിൽ വേവും. അപ്പോൾ വേവ് കൂടിപ്പോയാൽ മക്രോണി ഭയങ്കര കുഴഞ്ഞിരിക്കും, രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. എന്നിട്ട് ഇപ്പം ഈ മക്രോണി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോഴുള്ള വേവായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സ്ട്രെയിൻ ചെയ്യുക. സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് രണ്ടാമതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെയിൻ ചെയ്താലും പ്രശ്നമില്ല, നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. നമ്മൾ നോർമലി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണ പോലെ മക്രോണി ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നും കൂടി സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല വിട്ടിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മക്രോണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്ക് മക്രോണി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം. ഇതൊരു 3 മീഡിയം സൈസ് സവാള ഞാൻ കുഞ്ഞ് സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റാണ് കേട്ടോ, കുഞ്ഞ് സ്ക്വയർസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 20 ബീൻസ് അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 7 പച്ചമുളക് ഞാൻ കുഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ പച്ചമുളക് 7 എടുക്കാൻ കാരണം ഇതിന് വലിയ എരിവില്ല. ഈ പ്രാവശ്യം ഞാൻ വാങ്ങിയ പച്ചമുളക് ഒട്ടും എരിവില്ല, അതുകൊണ്ടാണ് 7 പച്ചമുളക് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് അനുസരിച്ച് എരിവ് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ പൊടികൾ വേണ്ടത് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ എടുത്തേക്കണം, കാരണം എനിക്ക് ഈ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യണത് എൻ്റെ മൂത്തുമ്മ ഉണ്ടാക്കുന്ന മക്രോണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ മൂത്തുമ്മയുടെ മക്രോണി എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു മഞ്ഞ കളറിലാണ് മക്രോണി ഇരിക്കണം. അപ്പം മഞ്ഞൾപ്പൊടി ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അങ്ങനെയാണ് എടുത്തേക്കണത്, പൊടി എടുത്തിരിക്കണം. പിന്നെ നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞ പോലെ തന്നെ കുഞ്ഞ് ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞ് ഞാൻ കളർ മാറാതിരിക്കാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, കുറച്ച് മല്ലിയില ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം, കുറച്ച് ഗരം മസാല വേണം. പിന്നെ കുറച്ച് ചിക്കനും കൂടി വേണം. ഈ ചിക്കന് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചേക്കണതാണ്. ഇനി ഇതൊന്നിങ്ങനെ ഷ്രെഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എല്ലാം വേവ് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടും നമ്മൾ ഡയറക്റ്റ് ഇട്ട് കുക്കറിലിട്ട് വേവിക്കാതിരിക്കണത് കൊണ്ടും ആണ് എല്ലാം കുഞ്ഞ് പീസസ് ആയിട്ട് അരിയണതാണ് എളുപ്പം. അപ്പോൾ കുഴഞ്ഞും പോകില്ല, എന്നാൽ വേവ് കറക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. അത് ചതച്ചാണ് വെച്ചിട്ടുള്ളത്. ഈ ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ഇഞ്ച് സ്ക്വയർ പീസിൽ ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചേക്കാണ് ഞാൻ. അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഇതുണ്ടാക്കാനായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മാറ്റം കൂടി വരുത്താം. നമ്മുടെ ചിക്കൻ്റെ ഈ കുഞ്ഞ് ക്യൂബ്സ് കിട്ടൂലേ, ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് മാഗിയുടെയൊക്കെ, അത് വേണമെങ്കിൽ ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. അപ്പം അതിനൊരു ഉപ്പും ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഈ മസാലയുടെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇപ്പം ക്യൂബ്സ് ഇടാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാട്ടിലെല്ലാവർക്കും അവൈലബിൾ അല്ല എളുപ്പം. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 3 അല്ല 4 ടേബിൾ സ്പൂൺ ഒഴിക്കാം. നമുക്ക് ഇത്രയും മസാലയൊക്കെ വഴറ്റാനുള്ളതല്ലേ, ഇനി വേറെ എണ്ണയൊന്നും ചേർക്കണ്ട. അപ്പോൾ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ എന്താ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞു വെച്ച സവാളയും കറിവേപ്പിലയും നമുക്ക് ആദ്യം ചേർക്കാം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം.
സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ മക്രോണി വേവണ സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് തന്നെ ഇതിൽ മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ മക്രോണി വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ടും വേവിക്കാം. അപ്പോൾ ഇനി കുഴഞ്ഞു ഒറ്റ വിസിൽ വന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടൊന്ന് കുറച്ച് വിസിൽ ഒന്ന് പൊക്കി കളഞ്ഞെടുത്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണവരാണെങ്കിൽ എപ്പോഴും സേഫ് ഇങ്ങനെ തിളപ്പിച്ച് വിട്ടണം. കാരണം ഇപ്പോൾ കൂടുതലും പാക്കറ്റ്സിൽ കിട്ടുന്ന മക്രോണിക്കൊന്നും അധികം വേവില്ല. ഒരു 10-15 മിനിറ്റ് 10 മിനിറ്റ് 9 മിനിറ്റ് കൊണ്ടൊക്കെ വേണം മക്രോണി ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ ചിലപ്പോൾ കുക്കറിലിട്ടിട്ട് വല്ല വിസിൽ വരാൻ പ്രശ്നമോ അല്ലെങ്കിൽ വല്ല വിസിൽ പോവോ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേവ് ശരിയാവില്ല. അപ്പം നമുക്ക് ഞാനിപ്പോൾ സവാളയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂന്നും കൂടി വഴന്ന് ഈ സവാള ജസ്റ്റ് ഒന്ന് കളർ ലൈറ്റായിട്ട് മാറണം, ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് മാറണം. അപ്പം നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഞാൻ അതുവരെ വഴറ്റട്ടെ, എന്നിട്ട് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ അരിഞ്ഞ് വെച്ച് പൊട്ടറ്റോ ചേർക്കുന്നത് കേട്ടോ. കാരണം ക്യാരറ്റിനേക്കാളും ബീൻസിനേക്കാളും പൊട്ടറ്റോയ്ക്ക് വേവ് കൂടുതലല്ലേ, നമ്മൾ കുക്കറിലോട്ട് വേവിക്കണില്ല. അപ്പോൾ അത് ഇതിൽ കൂടി കിടന്ന് വെന്തോളും. ഇനി പൊട്ടറ്റോ പകുതി വേവാകുമ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർക്കാം. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഒരു കുറച്ച് വേവാകുമ്പോൾ നമുക്ക് ബീൻസും ചേർക്കാം. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ വേവും കുഴഞ്ഞും പോവില്ല. അപ്പോൾ നോർമലി ചില ആൾക്കാരൊന്നും പൊട്ടറ്റോ ഇടാറില്ല മക്രോണിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൂത്തുമാടെ റെസിപ്പിയാണ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ മൂത്തുമ ക്യാരറ്റും ബീൻസും പൊട്ടറ്റോയും ചിക്കനാണ് ഇടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും ചിക്കൻ ഇടാം. അപ്പോൾ ഞാൻ മുട്ട ചേർക്കണില്ല. അപ്പം ഞാൻ അതുകൊണ്ടാണ് പൊട്ടറ്റോ ഇടുന്നത്. എനിക്കിഷ്ടമാണ് പൊട്ടറ്റോ ഇതിൽ കടിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒരു പകുതി വേവായിട്ടുണ്ട്. ഞാൻ മൂടി വെച്ചാണ് ഒരു 3-5 മിനിറ്റ് കുക്ക് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യണമെന്നില്ല. ഈ ക്യാരറ്റ് നമുക്ക് പകുതി വേവാകുമ്പോൾ ബീൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി മൂടി വയ്ക്കണമെന്നില്ല. ഈ എണ്ണയിൽ തന്നെ കിടന്ന് ക്യാരറ്റ് അധികം വേവൊന്നുമില്ല. നമ്മൾ ഫ്രൈഡ് റൈസ് ആണെങ്കിലൊക്കെ ജസ്റ്റ് അല്ലേ സോട്ടികൾ, അതുപോലെ ഇതിൽ ഈ എണ്ണയിൽ കിടന്നത് ഈ ചൂടിൽ വെന്തോളും. ഇതെന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യണം എന്താ വെച്ചാൽ ഇത് കടിക്കും വേവോ വേണം, അതേസമയം ഇത് കടിക്കുമ്പോൾ ഒരു ചെറിയ ക്രിസ്പിനെസ് ഉണ്ടാവണം. അല്ലാണ്ട് വെന്ത് കുഴഞ്ഞു പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരറ്റ് ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് ബീൻസും കൂടി ചേർത്തിട്ട് പിന്നെ ബാക്കി പൊടികളൊക്കെ തക്കാളിയൊക്കെ ചേർക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് ഒന്ന് പകുതി വേവാവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ നമ്മൾക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആ പൊടിയുടെ പച്ചമണവും കിട്ടും. ഈ ബീൻസും ക്യാരറ്റും പൊട്ടറ്റോ എല്ലാം കൂടി വെന്തും കിട്ടും. നമ്മൾ ഒരുപാട് നേരിട്ട് കുക്ക് ചെയ്തിട്ട് പിന്നെ ചേർക്കുകയാണെങ്കിൽ ഇത് വെന്തുടഞ്ഞു. അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പം തന്നെ പൊട്ടറ്റോക്ക് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വളരെ കനം കുറച്ച് പറഞ്ഞുകൊണ്ട് ഇത് വേഗം വേവും. അപ്പോൾ നമുക്ക് ഈ സമയത്തേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് എടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി കരിഞ്ഞൊന്നും പോകണ്ട, റിസ്ക് എടുക്കണ്ടല്ലോ. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് കൂടുതൽ ഇട്ടുകൊണ്ട് ഇതിലേക്കുള്ള എരിവൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. നമ്മളൊരു 2 മിനിറ്റ് സോട്ട് ചെയ്യുമ്പോൾ ഈ മസാലയുടെ പച്ചമണവും മാറും. അതിൻ്റെ ഒപ്പം നമ്മുടെ വെജിറ്റബിൾസ് വേവുകയും ചെയ്യും. അപ്പോൾ ഇത് വെന്ത് വരുമ്പോണ്ടല്ലോ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്. തക്കാളിയുടെ കാര്യം പറയാൻ മറന്നു. ഈ തക്കാളി ഇതിൽ വേണം. അത് അരിഞ്ഞു വെച്ചു. പക്ഷേ ഞാൻ കിട്ടുന്ന വീഡിയോയിൽ ആദ്യം ഇൻഗ്രീഡിയൻസ് കാണിച്ചിട്ടില്ല. ഒരു വലിയ തക്കാളി ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ ഇതൊന്ന് പച്ചമണമൊക്കെ മാറി ഇതൊരുവിധം വെന്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മല്ലിയില, ചിക്കൻ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം, ഇല്ലെങ്കിൽ തുറന്ന് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഈ തക്കാളി ഒന്ന്
ഉടഞ്ഞ് കിട്ടുന്ന സമയം മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കനും പിന്നെ ഗരം മസാലയും കുറച്ച് മല്ലിയില ഇട്ടാൽ നമ്മുടെ മസാല റെഡി. ഈ മസാല ഉണ്ടാക്കാനായിട്ട് അരിയാനുള്ള സമയം കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ എടുക്കുള്ളൂ, 15 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. നമ്മൾ മക്രോണി സൈഡിൽ കുക്ക് ചെയ്യുക, ഈ മസാല ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പണി നടക്കും, ഒറ്റയടിക്ക് പണിയും കഴിയും, വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇത് തക്കാളിയൊക്കെ ഒന്ന് ഉടയട്ടെ, എന്നിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ, ഇത് ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ചതയ്ക്കണ എൻ്റെ സാധനം ഉണ്ടല്ലോ ആ സംഭവത്തിലിട്ട് ചതച്ചെടുത്തതാണ്. അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് പിന്നെ എടുത്താലും മതി. നമ്മൾ മിക്സിയിലിട്ട് ചതച്ചാൽ വല്ലാണ്ട് പൊടിഞ്ഞു, അപ്പോൾ ഒട്ടും കടിക്കാനൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യണത്, മിക്സിയിലിടാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിലേക്കുള്ള ഉപ്പൊക്കെ ഉണ്ടാവും, ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചുകൊണ്ട് ചിക്കനിലേക്കുള്ള ഉപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ മസാലയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ ചിക്കനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, ഞാൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലൊക്കെ ഇട്ട് പൊടിക്കണതാണ് കേട്ടോ. നല്ല ജീരകം ഇല്ല, പെരുംജീരകം കൂടുതലിട്ട് പൊടിക്കണതാണ്. അങ്ങനെ അപ്പോൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ. എന്നിട്ട് ഇതൊന്ന് ഇളക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല കഷ്ണം, ആ പച്ചപ്പും കളറും ഒന്നും പോയിട്ടില്ല. ചിക്കനും ഇപ്പം എല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും കുറച്ച് പുതിനയും കൂടുതൽ മല്ലിയിലയാണ് അതെടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് മക്രോണി വേവിച്ച് വെച്ചത് എടുക്കാം. അപ്പം ഞാനതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മക്രോണി വെന്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മക്രോണി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചാൽ മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വിട്ടു പോകുന്ന പാകമായപ്പോൾ തന്നെ സ്ട്രെയിൻ ചെയ്ത് വെച്ചു. അപ്പോൾ ആ ചൂടിലിരുന്ന് ഒന്നും കൂടി ഇത് വേവും. അപ്പോൾ അതാണ് പാകം, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടായി. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം, മസാലയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ഒരു വലിയ പാത്രം എടുക്കണതാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആകുമ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ മിക്സ് ചെയ്യാം. ഈ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്താൽ പിന്നെ മിക്സ് ചെയ്യാൻ വേറെ പാത്രം അങ്ങനെയൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള. നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില നമുക്ക് ലാസ്റ്റ് ഒരു സ്മെല്ലിന് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം, കാരണം നമ്മൾ അധികം വെള്ളത്തിലിട്ടാണ് മക്രോണി വേവിച്ചത്. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറവായിരിക്കും മക്രോണിയിൽ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, മക്രോണി കടിച്ച് നോക്കാം. ഈ മസാലയൊക്കെ പിടിച്ചിട്ട് ഇതിൽ ഉപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതാ മക്രോണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, പീസസ് ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, എല്ലാം ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാണ്ട് ഉടഞ്ഞൊന്നും കിടക്കണില്ല, നല്ല വിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.